2 കൊട്ടേഷൻ ക്രിമിനലുകളെ പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് നിന്റെ ഡ്യൂട്ടി, പ്രൊഫഷനോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റ്. ആ ക്രിമിനലുകള് നിന്റെ അമ്മാവനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തതാണെന്നുള്ള കാര്യം സെക്കൻഡറി. ആ ക്രിമിനലുകളിൽ ഒരാള് ഇന്ദ്രജയുടെ പേര് പറഞ്ഞതിന് ശേഷമല്ലേ കൊല്ലപ്പെട്ടത്. അപ്പോ 100% ഇതിനൊരു കോൺസ്പിറൻസി ഉണ്ട്. ഇന്ദ്രജ തന്നെയാണ് ഇതിന്റെ പിന്നിൽ, നോ ഡൗട്ട്. ഇപ്പം നടക്കുന്നത് നിന്റെ ജോലി തെറിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയ ഒരു ഡ്രാമയാണ്. ആ കമ്മീഷണർ ഇതിന് ഉത്തരവാദികളായ ക്രിമിനലുകളെ കണ്ടെത്തും. എനിക്ക് ഉറപ്പുണ്ട്. അയാള് വാക്ക് തന്നതല്ലേ. ഓണത്തമ്മ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്നെ ചിലപ്പോ ഓണത്തമ്മേന്ന് വിളിക്കും, ചിലപ്പോ മേമേന്ന് വിളിക്കും. എടാ മോനെ, എന്നെ ഓണത്തമ്മേന്ന് ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കളിയാക്കി വിളിക്കുന്നതാ. ഞാൻ ഓണത്തിന് മാത്രം വരുന്നത് കൊണ്ട്. നീ എന്നെ മേമേന്ന് വിളിച്ചാ മതി, എനിക്കതാ ഇഷ്ടം. ഞാൻ പറഞ്ഞു വന്നത് മേമ്മ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ആ കമ്മീഷൻ എന്നെ വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ ശുപാർശയ്ക്കൊന്നും അല്ലല്ലോ കമ്മീഷണർ ഓഫീസിലെത്തിയത്. സത്യസന്ധമായ ഒരു കാര്യം ബോധ്യപ്പെടുത്താനല്ലേ. നിരപരാധികളെ ശിക്ഷിക്കപ്പെടരുത്, കുറ്റം ചെയ്തവരെ രക്ഷപ്പെട്ടാലും. ആ മാറ്റർ വിട്. എനിക്ക് മറ്റൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. ഈ മൈഥിലിയുടെ കാര്യത്തിൽ എന്താ നീ ഇങ്ങനെ? മീനാക്ഷിയുടെ ബ്രെയിൻ വാഷ് ഉണ്ടായിരിക്കാം. എന്റെ മനസ്സിലെ പകയും വൈരാഗ്യമൊക്കെ അങ്ങ് മാറിപ്പോയി. പ്ലീസ് ടെൽ മീ ഇൻ എ വേ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐ ജസ്റ്റ് വാണ്ട് എ ഡിവോഴ്സ് ഫ്രം ഹർ. അതിന് തൽക്കാലം അവളെ എനിക്കിവിടെ നിർത്തിയേ പറ്റൂ. അതാ സത്യം. നീ എന്റെ കൊച്ചുമോൻ തന്നെ. വാ. ഇതെന്റെ ACPക്ക് നന്നായിട്ട് ചേരും. ബർത്ത്ഡേക്ക് എന്റെ വക ഈ ഗിഫ്റ്റ് കാണുമ്പോ ACPക്ക് വലിയ സന്തോഷാവും. ഈ ഗിഫ്റ്റ് നീ കാർത്തികിന് കൊടുക്കല്ലടി. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാനത് കത്തിച്ചു കളയും. നിങ്ങൾ പോയ കാര്യം എന്തായി രോഹിണി? ചേച്ചിക്കറിയാലോ, ന്യായമുള്ള കാര്യത്തിനെ ഞാൻ ഇടപെടുള്ളൂ. ഞാൻ ഇടപെടുന്ന കാര്യത്തില് സത്യവും നീതിയും ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടേ ഞാൻ തിരികെ വരുള്ളൂ. ആ കൊട്ടേഷൻ ക്രിമിനലിനെ കാർത്തി കൊല്ലാൻ ഇടയില്ലെന്ന DGPക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം കുറ്റവാളികളെ കണ്ടെത്തും. എന്തായാലും കാർത്തികിന്റെ നേർക്ക് ഒരന്വേഷണവും ഇനി വരില്ല. ചെറിയമ്മ കോഫി. കാർത്തികിന് കോഫി ഇല്ലേ നന്ദിനി? അവൻ ഇടനേരങ്ങളിലെ കോഫിയും ചായയൊന്നും കുടിക്കാറില്ല ചെറിയമ്മ. ആ, അപ്പൊ കാർത്തിയുടെ കാര്യത്തിലുള്ള വലിയൊരു ടെൻഷൻ തീർന്നു. നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷം വേറെ കിടക്കുന്നു. നാളെ കാർത്തിമോന്റെ ബർത്ത്ഡേയാ. വെരി ഗുഡ്. ഇവന്റെ ബർത്ത്ഡേ ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. എല്ലാം കൂടി ഒറ്റ ആഘോഷം. എന്താ? കാർത്തി, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. എടി, നിന്നെ ആരാ ഈ സദസ്സിലേക്ക് ക്ഷണിച്ചത്?
ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞേക്കാം, പല കാര്യങ്ങളും ഉള്ളിലടക്കി നിൽക്കുക ഞാൻ. പക്ഷേ നിയന്ത്രണം വിട്ടു പോകാനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത്. നേര് നെറിയില്ലാത്തൊരു വർഗം. പോട്ടെ ചേച്ചി, കുറച്ചു ദിവസങ്ങൾക്കകം ഇവളിവിടുന്ന് പോവുമല്ലോ. ഇതങ്ങ് ക്ഷമിച്ചു കള. ആ ഹലോ, ഞാനീ ഇന്ദ്രജയ. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്കതൊന്ന് ചെയ്തു തന്നേ പറ്റൂ. അതെ, പണം ഒരു പ്രശ്നമേ അല്ല. പറഞ്ഞില്ലേ, എത്ര വേണമെങ്കിലും ഞാൻ തന്നോളാം. പണം എനിക്കൊരു പ്രശ്നമല്ല. ആ, എത്ര വേണമെന്ന് പറഞ്ഞാ മതി. എന്റെ പേര് പുറത്തു വരരുത്. ആ ഓക്കെ, ശരി. നീ ഗൾഫിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് വാത്സല്യത്തോടെയല്ല, ഭയത്തോടെയാ. കാരണം നീ തിരികെ വന്നത് എന്റെ മകളായിട്ടല്ല, ആരോടൊക്കെയോ ഉള്ള അമർഷം തീർക്കാൻ വന്ന ഒരു പെൺകുട്ടിയായിട്ടാണ്. അന്നു മുതൽ നിന്റെ കണ്ണുകളിൽ കത്തുന്നത് പ്രതികാരമാ. സംശയം എന്ത്? അതിന്റെ കാരണവും ഞാൻ അച്ഛനോട് പറഞ്ഞു തരണോ? ആ വിഷയങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം ഞാനും നീയും തമ്മിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിഴലിനോട് യുദ്ധം ചെയ്യുന്ന നിന്റെ മണ്ടത്തരം ഞാൻ എത്രയോ വട്ടം തിരുത്താൻ നോക്കി. പിന്നെ കാണുമ്പോ ഒരു പ്രയോജനവുമില്ലാതെ മകളെ ഉപദേശിക്കുന്ന ഒരു വിഡ്ഢിയായി ഞാനും മാറി. അച്ഛനും ഞാനും തമ്മിലുള്ളത് ജനറേഷന്റെ ഗ്യാപ്പാണ് അച്ഛൻ. ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ച് നീ എന്റെ മകളല്ലാതാവോ? ഞാൻ നിന്റെ അച്ഛനല്ലാതാകുമോ? എന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ അച്ഛനോട് പല വട്ടം പറഞ്ഞു കഴിഞ്ഞതാ. നിന്റെ സ്വപ്നം ഒന്നും നടക്കാൻ പോകുന്നില്ല മോളെ. കാരണം നീ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു നീതിയുമില്ല. പ്രതികാരം ചെയ്യുമ്പോ എനിക്ക് നീതിയും ന്യായവും ഒന്നുമില്ല അച്ഛാ. എന്തു പ്രതികാരം? ഗൾഫ് നാടുകളിൽ നീയും നിന്റെ ഭർത്താവും കൂടി അധ്വാനിച്ചുണ്ടാക്കിയ പണം, പിന്നെ കുടുംബ സ്വത്ത്, ഇതെല്ലാം കൂടി കണ്ടപ്പോ നിനക്കുണ്ടായ അഹങ്കാരം, അതാണ് ഈ പ്രതികാരം. ചെമ്പകമംഗലത്തെ സ്നേഹവും വിശുദ്ധിയുമുള്ള ഒരു പെണ്ണിനോട് തോന്നിയ അസൂയ, അനിയത്തിയെ കെട്ടിയവനോടുള്ള തെറ്റിദ്ധാരണ, അനുസരിക്കാത്ത ഒരു കുട്ടിയോടുള്ള, അതും ആങ്ങളയുടെ മകനോടുള്ള ഒരു റിവഞ്ച്, ഇതൊക്കെയല്ലേ നിന്റെ പ്രതികാരം? അപ്പോ എന്റെ ലക്ഷ്യം എന്താണെന്ന് അച്ഛൻ മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. നിനക്കെന്താ അതിന് അത്ഭുതം? ഞാൻ നിന്റെ അച്ഛനല്ലേ? ഒരു മനസ്സുമായി ഏതൊരു നിമിഷവും കടപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ഇത്രയും ബുദ്ധിയില്ലെന്നാ ഞാൻ ആലോചിക്കുന്നത്. എത്ര കൊണ്ടാലും ഇത്തരം മനുഷ്യർ പഠിക്കില്ല. അച്ഛാ, വടിവാളും കടാരയും സർവത്ര മാരകായുധങ്ങളുമായി നടക്കുന്ന കുറെ ക്രിമിനൽസുമായിട്ടാണ് നിനക്കിപ്പോൾ ബന്ധം. ഞാൻ കാണുന്നുണ്ട് നീ നടത്തുന്ന ഗൂഢാലോചനകൾ. നീ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരതകൾക്കെല്ലാം നീ തന്നെ കണക്ക് പറയേണ്ടി വരും. ഓർമ്മിച്ചോ?
സോറി മാഡം, നമ്പേർ സാർ നിൽക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം പറയേണ്ടി വന്നത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. മാഡത്തിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യാനോ? എന്ത് കാര്യത്തിന്? ജയരാമനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഒന്നാമത്തെ കുറ്റം. ആ കൊട്ടേഷൻ ക്രിമിനലിനെ ലോക്കപ്പിലിട്ട് വക വരുത്തിയത് രണ്ടാമത്തെ കുറ്റം. അറസ്റ്റ് ചെയ്യൂ. നടക്ക്. എന്റെ ദൈവമേ, അല്പം ക്രൂരതയേതൊക്കെ. മറ്റേത് ശത്രുവാണെങ്കിലും രാജലക്ഷ്മി വരില്ലായിരുന്നു. പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്കങ്ങനെ തോന്നിയില്ല. ഒന്ന് കാണണമെന്ന് തന്നെ തോന്നി. ഇതിനകത്ത് ഇങ്ങനെ എല്ലാം തകർന്നുള്ള നിന്റെ നിൽപ്പൊക്കെ കൺകുളിർക്കെ ഒന്ന് കാണണം. അതൊരാഗ്രഹമായിരുന്നു. കണ്ടു, സന്തോഷായി. ഇന്ദ്രജ തകർന്നു പോയെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്കൊക്കെ തെറ്റി. ഇതേ ഒരു ലോക്കപ്പ് മുറിയാണ്. ആദ്യം ലോക്കപ്പ് മുറി തന്നെയാ. അടുത്ത സ്റ്റെപ്പാണ് സെൻട്രൽ ജയിൽ. ഓ, നിനക്ക് അതിൽ കിടന്ന് നല്ല പരിചയമുണ്ടല്ലോ അല്ലേ? പരിചയമുണ്ട്. അത് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയല്ലേ ഞാനിത് പറയുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ നിരപരാധിയായിരുന്നു, നീ പക്ക ക്രിമിനലും. ഞാൻ ഇതിനകത്ത് കിടക്കുകയാണെന്ന് കരുതി നിന്റെ ഒന്നും വെല്ലുവിളി വേണ്ട. ഓ, ഞങ്ങൾ ആരും വെല്ലുവിളികൾ നടത്താറില്ല. അതൊക്കെ നിന്റെ രീതിയല്ലേ. വെല്ലുവിളിച്ച് ഒടുവിൽ ഇതിനകത്തുമായി. എന്റെ മക്കളോട് നിനക്കുള്ള പ്രതികാരം. പല പ്രാവശ്യം നീ ജയരാമനെയും നന്ദിനെയും കൊല്ലാൻ നോക്കി. അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി ദൈവം ഇവരെ രക്ഷിച്ചു. ഒടുവില് കാർത്തിയോട് വരെ നിനക്ക് പക. എന്റെ അനുജത്തിയെ കൊന്നവരോട്. നിന്റെ അനുജത്തെ കൊന്നു? ആര് കൊന്നു നീ പറയുന്നത്? എനിക്കൊരു തെറ്റുപറ്റി. ആ തെറ്റിലേക്ക് എന്നെ വലിച്ചഴിച്ചത് നിന്റെ അനിയത്തി തന്നെയായിരുന്നു. അതുപോട്ടെ, ആ കുറ്റം പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു.
എന്നുവെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ദേവിയെ മറന്ന് പറ്റിപ്പോയ തെറ്റ് ഞാനൊരു ശരിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയും ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. സംശയരോഗിയായ മാധുരി ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. മിണ്ടരുത്. നീ കൊന്നതാ എന്റെ അനുജത്തിയെ. നീ അങ്ങനെ വിശ്വസിച്ചോ? എനിക്കെന്ത് വേണം? ഒരു കാരണവുമില്ലാതെ നിനക്ക് ജയരാമനെ നന്ദിനിയെ ഇല്ലാതാക്കണം. ചെമ്പകമംഗലം തറവാട് എന്നേക്കുമായി നിനക്ക് തകർക്കണം. ഇതല്ലായിരുന്നോടി നിന്റെ ലക്ഷ്യം? സംശയം എന്താ? അത് തന്നെയാ. എന്നാൽ ഇനിയുള്ള കാലം നീ സെൻട്രൽ ജയിലിൽ ജീവിക്കാം. ചെയ്ത ദുഷ്ടത്തരങ്ങളൊക്കെ ഓർത്ത് ദുഃഖിക്ക. ഒരു മാനസാന്തരം ഉണ്ടാവട്ടെ. തിരികെ വരുമ്പോ വല്ല അമ്പലത്തിൽ നിനക്ക് ഭജന ഇരിക്കാലോ. ഇന്ദ്രജയ്, ഒരു അമ്പലത്തിലും ഭജനം ഇരിക്കാൻ പോകുന്നില്ല. ഈ ലോക്കപ്പ് മുറി എന്റെ അവസാനത്തെ കിടപ്പ് മുറിയൊന്നും അല്ല. ഞാൻ തിരികെ വരും. കുറ്റം ആരോപിക്കപ്പെട്ടവൾ മാത്രമാണ് ഞാൻ, അല്ലാതെ കുറ്റക്കാരിയല്ല. കുറ്റക്കാരിയാണെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. കോടതി അങ്ങനെ തന്നെ പറയും. തെളിവുകളെല്ലാം നിനക്കെതിരാണ്. എനിക്കെതിരെ ഒരു കാറ്റും വീശില്ല. ഒരു കോടതിയും എന്നെ ശിക്ഷിക്കുകയോ ഇല്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള വക്കീലന്മാരാ എനിക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങുന്നത്. വിലപിടിപ്പുള്ള വക്കീലന്മാര് വാദിച്ചാല് സത്യമല്ലാതാകൂടി. ഇതിനുള്ള മറുപടി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കാണിച്ചു തരും ഞാൻ. ഈ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ചെമ്പകമംഗലത്തേക്ക് ഈ ഇന്ദ്രജ ഒരു വരവ് വരും. ഓ, അന്ന് തുടങ്ങും ചെമ്പകമംഗലത്തിന്റെ അവസാന ദിവസങ്ങൾ. അവിടെയുള്ള ഓരോന്നിനെയും ഞാൻ പുതപ്പിക്കും, കോടി മുണ്ടിട്ട്. നിന്റെ ആത്മവിശ്വാസം നല്ലത് തന്നെയാ. ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് തളരാതിരിക്കാനും കരയാതിരിക്കാനും ഈ കോൺഫിഡൻസ് കൂടിയേ തീരൂ. ഓൾ ദി ബെസ്റ്റ്. നീ പരോളിൽ ഇറങ്ങുമ്പോ ചെമ്പകമംഗലത്തേക്ക് വാ. ഈ ജയിലിലെ ആഹാരമൊക്കെ കഴിച്ചു മടുത്ത നിനക്ക് നല്ലൊരു ഊണ് തരാം ഞങ്ങള്. എന്തായാലും ഒരു ജീവപര്യന്തം കഴിഞ്ഞ് നമുക്ക് തമ്മിൽ കാണാം. ഇരട്ട ജീവപര്യന്തം കിട്ടാതിരിക്കാൻ ഇന്ന് മുതൽ നീ പ്രാർത്ഥിക്കും ദൈവത്തോട്. വാ അമ്മേ. ദൈവമേ, എൻ്റെ ഈ കാത്തിരിപ്പൊക്കെ വെറുതെ ആവോ? ഇപ്പോഴും ACP എനിക്ക് എൻ്റെ സ്വന്തമാണെന്ന് പറയാറായിട്ടില്ല. നിയമപരമായി ACPയും മൈഥിലിയും വേർപിരിഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ വെറുതെ സ്വപ്നം കാണാനേ പറ്റും. എന്താ മീനാക്ഷി, നിനക്ക് സീരിയസ് ആയിട്ടൊരു ആലോചന? തിങ്കിങ്? ഒന്നുമില്ലേ. ഞാൻ എത്ര നേരമായിട്ട് നിന്നെ നോക്കിയിരിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേ. അവിടെ കിടക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇങ്ങോട്ട് വരാം. ഇവിടെ ഇരിക്ക. ഇന്നലെ ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാ. എന്ത് സ്വപ്നം? അതിരാവിലെ എഴുന്നേറ്റിട്ട് നീ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾക്ക് നിന്നോട് പകരം വീട്ടണം. പകരം വീട്ടാനോ? അതിനും ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? പറ. ഇന്നലെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ നീ നിന്റെ കാലെടുത്ത് എന്റെ മടിയിൽ വെച്ചില്ലേ? അതിന്? എന്റെ കാല് നീ മസാജ് ചെയ്തു തന്നില്ലേ?
അതുപോലെ നിന്റെ മനോഹരമായ കാലെടുത്ത് എന്റെ മടിയിൽ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യണം. അയ്യേ, ഇങ്ങനെയൊക്കെ പറയാൻ നാണല്ലേ ACP? അയ്യോ, അല്ല, ACP ഇത്രയും തറയാണെന്ന് ഞാൻ കരുതിയില്ല. ഓഹോ, സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന മനുഷ്യൻ തറയാണെങ്കിലേ ഞാൻ മഹാ തറയാവാൻ പോവാ.